ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് വന്നിട്ട് ഡേ 7 ആണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ ചാനലിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോസിന് തീരെ വ്യൂസ് ഇല്ല. ഒരു 500, 400, 300 ഒക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരുന്നു. അത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന്. ഇതിപ്പോൾ 100 സംതിങ്, അതിനും താഴെ 50, 60 വ്യൂസ് മാത്രമൊക്കെ കിട്ടുന്നുള്ളൂ. എന്താ എൻ്റെ യൂട്യൂബിന് പറ്റിയ, ചാനലിന് പറ്റിയതെന്ന് എനിക്ക് തീരെ അറിയത്തില്ല. പലരുടെയും ചാനലിന് ഇപ്പം അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണെന്ന് അറിയുന്നില്ല, ഞാൻ ഇടുന്ന കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എന്നോട് പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആമിക്കുട്ടീനെ മേലൊക്കെ തുടച്ച് കൊടുക്കട്ടെ ചെയ്തത്. പിന്നെ ഇതാ മരുന്ന് കൊടുക്കാനുള്ള അങ്കലാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര വാശിന്ന് എന്താണെന്നറിയില്ല. ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ എടുത്ത് നടക്കുകയൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൂടാനും കളിക്കാനൊന്നും വേറെ ആരും ഇല്ലാത്ത കാരണം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പോരാത്തതിന് വയ്യാത്തതും കൂടിയല്ലേ, അപ്പോൾ കുറച്ചും കൂടി കരച്ചിലും പിടിച്ചിലൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി കൊടുത്തു. പിന്നെ ഞാൻ അവളെ തന്നെ ഉറക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കിടന്ന് വാശി പിടിച്ച് കരയല്ലേ, അപ്പോൾ പിന്നെ ഉറങ്ങിയാൽ തന്നെ ശരിയാവുള്ളൂ വിചാരിച്ചപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടാ. എന്നിട്ടിത് ഉച്ചയായപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ഇന്ന് ക്ലാസ് ഉള്ള കാരണം വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പയറുപ്പേരും പരിപ്പ് കൂട്ടാനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ആമിക്ക് എന്താ പറയുക, ജീരകവെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ തൊണ്ട കാരണേനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ. ഒരു കഞ്ഞിക്കൂർക്കി 2 തുളസിയും കുറച്ച് ജീരകം ഇട്ട് തിളപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ചു. ആമിയും കുറച്ച് കഴിച്ചായിരുന്നു. പിന്നെ അത് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആമി താഴെ നിന്ന് കുറുമ്പ് കാണിക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്ക് താഴേക്കൊന്ന് നോക്കണത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ സോപ്പിൻ്റെ പാത്രമൊക്കെ പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ട് ആകെ അളിപ്പിളി ആക്കിയിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ട് വീഡിയോ ഇടുന്നു, കാരണം ഉള്ളത് തന്നെ നിങ്ങൾ കാണുന്നില്ല. പിന്നെ ലോങ് വീഡിയോസൊക്കെ വല്ലാണ്ട് ലോങ് ആയിക്കാനും ചിലപ്പോൾ നിങ്ങൾ ഫുള്ളിരുന്ന് കണ്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കരമായിട്ട് ചുരുക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ നടക്കുന്നുണ്ട്, കളിയും ചിരിയും ഒക്കെ ഉണ്ട് കേട്ടോ, കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങി എണീറ്റിട്ടുള്ള കഥയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ കടല പുഴുങ്ങാൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിറക്കാണ് കേട്ടോ. നന്നായിട്ട് കഴുകണം, ഒരു പൂപ്പല് പോലെയൊക്കെ തോന്നി എനിക്ക്. അപ്പം ഒരു 4-5 വട്ടമൊക്കെ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ടേക്കണത്. കല്ലുപ്പ് ഇട്ടിട്ട് അവിടെ അടുപ്പത്ത് വെച്ചൊരു 5-8 വിസിലടിക്കേണ്ടി വന്നിട്ട് നല്ല വെന്ത് കിട്ടുള്ളൂ. പിന്നെ ആമിക്ക് മറ്റേ കോറയല്ല, അമൃതം പൊടിയായിരുന്നു. ഞാനിപ്പോൾ ഇടയ്ക്ക് അമൃതം പൊടി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കൽ, അല്ലെങ്കിൽ കോറ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ആദ്യം കോറയായിരുന്നു, സ്ഥിരം അവൾക്ക് കോറ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ കോറ കൊടുക്കൽ നിർത്തി. ഇപ്പോൾ രാവിലെ കഞ്ഞിയായി ഇപ്പോൾ ഫുള്ള് കഞ്ഞിയിലാണ് ഇപ്പോൾ അവൾ കുടിക്കണത്. രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഞ്ഞിയാണ്. അതാണ് അവൾക്ക് കുടിക്കാനും എളുപ്പം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സെർലാക്കോ അമൃതം പൊടിയോ കോറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒരു കൊള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന്. മൈദയും അരിപ്പൊടിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കയ്പുള്ള കൊള്ളിയായത് കാരണം തന്നെ കയ്പ് പോകാൻ ഒരു സൂത്രവിദ്യ ഉണ്ട്. എന്താണെന്നറിയോ, നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കയ്പ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ തുണിയിലിപ്പോൾ കംഫേർട്ട് മുക്കാൻ ശ്രദ്ധിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശർപ്പിൻ്റെ നാറ്റ കടിക്കുന്നുണ്ട് ഡ്രസ്സിന്. എത്ര തിരുമ്പിയാലും ആ സോപ്പിൻ്റെ മണമൊക്കെ ആയിട്ടേ ആകെ മൊത്തൊരു വൃത്തികെട്ട മണമാണ് ശരീരത്തിനുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കൊള്ളി ഒരു തുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കയ്യിർക്കൂലേ, അടയ്ക്കാൻ പാടില്ല, വാതിലടയ്ക്കാൻ പാടില്ല. കയ്യൂലേ നമ്മുടെ സ്വത്തുന്റെ വാതിലടച്ച പാടില്ലടി പെണ്ണെ, വാതിലടച്ച പാടില്ല. നോ നോ, തുറക്കാൻ പാടില്ല. ഒളിച്ചേ അതാ
ഒളിച്ച് കളിക്കണോ? ഒളിച്ച് കളിക്കണോ? അതിന് വാതിലടക്കണോ? ഒളിച്ച് കളിച്ചതാ കുഞ്ഞേ? ഒളിച്ചേ. മാറി മാറി മാറി. ഒളിച്ച് ഒളിച്ച്. ഒളിച്ചേ ഒളിച്ചേ ഒളിച്ചേ. അതാ അതാ ഒളിച്ചേ ഒളിച്ചേ. അതാ. ഓ മാറാനോ? ഞാൻ മാറില്ല, ഞാൻ അവിടെ നിൽക്കൂ. ഒളിച്ചേ. ഞാൻ പോവാട്ടാ. സ്നാക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ സോസിൻ്റെ ആവശ്യം അത്യന്താപേക്ഷിതമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു സോസ് മേടിക്കാമെന്ന്. ആദ്യം ഇതിന് 15 ഉറുപ്പ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 20 ഉറുപ്പ്യാണ് സോസിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടാ. പിന്നെ അതാ കൂന്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നുറുക്കി വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കറുത്ത കളറിലാണ് അമ്മ ഉണ്ടാക്കാറ്. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം, എനിക്ക് ചുവപ്പ് കളറിൽ വേണം. പണ്ട് വീണ്ടും രണ്ടാമത് പോയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറൊക്കെ മേടിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി അരിയണ കഥകളിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണ് നീറിയിട്ടേ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചോറിനിട്ട് പോയി കിടന്നുറങ്ങണ്ടേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, സീ യു.